നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാഞ്ഞാലി പാലത്തിൽ നിന്നും ചാടിയ യുവാവിന്റെ മൃതദേഹം പെരിയാറിൽ മൂത്തകുന്നം ഭാഗത്തു നിന്നും കണ്ടെടുത്തു. ADGP അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ച് പുലിയായി വന്ന PV അൻവർ MLA ഇപ്പോൾ എലിയായി മാറിയിരിക്കുകയാണെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. കേരള കർഷക സംഘം പറവൂർ ഏരിയ കൺവെൻഷൻ CITU ഹാളിൽ നടന്നു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം KV ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മാഞ്ഞാലി പാലത്തിൽ നിന്നും ചാടിയ യുവാവിന്റെ മൃതദേഹം പെരിയാറിൽ മൂത്തകുന്നം ഭാഗത്തു നിന്നും കണ്ടെടുത്തു. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടുകൂടി മാഞ്ഞാലി പാലത്തിന് മുകളിൽ നിന്നും ചാടിയ യുവാവിന്റെ മൃതദേഹം ബുധനാഴ്ച രാവിലെ 11:30 മണിയോടുകൂടി പെരിയാറിൽ മൂത്തകുന്നം സത്താർ ഐലൻഡിന് സമീപത്ത് നിന്നാണ് കണ്ടെടുത്തത്. മാക്കനായി ക്ഷേത്രത്തിന് സമീപം കളപ്പറമ്പിൽ തമ്പിയുടെ മകൻ അഭിജിത്തിന്റെ മൃതദേഹമാണ് 12 മണിക്കൂറിന് ശേഷം കണ്ടെടുത്തത്. രാത്രി 11 മണിയോടുകൂടി സൈക്കിളിൽ മാഞ്ഞാലി പാലത്തിലെത്തിയ അഭിജിത്ത് സൈക്കിളും മൊബൈൽ ഫോണും പാലത്തിൽ വച്ച ശേഷം പുഴയിലേക്ക് ചാടുകയായിരുന്നു. ഈ സമയം പാലത്തിൽ ചൂണ്ടയിട്ടുകൊണ്ടിരുന്നവർ സംഭവം കണ്ടുവെങ്കിലും രാത്രിയിൽ നീരൊഴുക്ക് ശക്തമായ പുഴയിൽ ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി രാത്രി തന്നെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ബുധനാഴ്ച രാവിലെ ഫയർഫോഴ്സും സ്കൂബ ടീമും പെരിയാറിൽ തിരച്ചിൽ നടത്തി വരികയാണ്. പെരിയാറിൽ മൂത്തുകുന്നം സത്താർ ഐലൻഡിൽ മൃതദേഹം കണ്ടതായി പോലീസിന് സന്ദേശം ലഭിച്ചത്. ബന്ധുക്കൾ എത്തി മൃതദേഹം തിരിച്ചറിഞ്ഞതോടെ ഫയർഫോഴ്സ് തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. പറവൂരിലെ പതിയാറ് ടൈൽസ് ഗോഡൌൺ ജീവനക്കാരാണ് അഭിജിത്ത്. അമ്മ ആശിയും ആദിത്യ സഹോദരനുമാണ്. ADGP അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ച് പുലിയായി വന്ന PV അൻവർ MLA ഇപ്പോൾ എലിയായി മാറിയിരിക്കുകയാണെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. മഹിളാ കോൺഗ്രസ് മഹിളാ സാഹസ് സോൺ ക്യാമ്പ് ആലുവയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MM ഹസൻ. ADGP അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ച് പുലിയായി വന്ന PV അൻവർ MLA ഇപ്പോൾ എലിയായി മാറിയിരിക്കുകയാണെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. ADGP അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച PV അൻവർ MLA ഇന്നലെ മുഖ്യമന്ത്രിയെ കാണാൻ പോയത് ഒരു പുലി പാഞ്ഞു പോകും പോലെയാണ് പോയത്. അരമണിക്കൂർ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഒരു പൂച്ചയെപ്പോലെയാണ് അദ്ദേഹം പുറത്തേക്ക് ഓടുന്ന കാഴ്ച മാധ്യമപ്രവർത്തകർ കണ്ടത്. മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അദ്ദേഹം മുട്ടുമടക്കി. PV അൻവറിന് നട്ടലുണ്ടോ എന്ന് പരിശോധിക്കണം. പണ്ട് അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കാൻ പറഞ്ഞതാണ്. ഇയാൾക്ക് നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. എന്നിട്ട് അദ്ദേഹം പത്രക്കാരോടെന്താ പറഞ്ഞത്? ഒരു സഖാവിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു. ഒരു MLA എന്ന നിലയിൽ ക്രിമിനൽ മാഫിയ സംഘങ്ങളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയിലേക്ക് ചെന്നെത്തുന്ന ആരോപണമാണ് ADGP അജിത് കുമാറിനെതിരെ ഉന്നയിച്ചത്. അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്ന് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അൻവറിന് നട്ടലുണ്ടോ, അദ്ദേഹത്തിൻ്റെ സ്പൈനൽ കോഡൊന്ന് പരിശോധിക്കണം. ക്രിമിനൽ മാഫിയ സംഘങ്ങളെ വളർത്തുന്നതും സംരക്ഷിക്കുന്നതും പിണറായി വിജയനാണെന്നും കഴിഞ്ഞ ഭരണത്തിൽ M ശിവശങ്കരനായിരുന്നുവെങ്കിൽ ഇപ്പോൾ P ശശിയും അജിത് കുമാറുമാണെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് മഹിളാ സാഹസ് സോൺ 4 ക്യാമ്പ് ആലുവ ശാന്തിഗിരി ആശ്രമത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദയവായി ഇത്തരം ആരോപണങ്ങൾ ഇനി ഉന്നയിച്ച് അദ്ദേഹം പറയുന്നു അന്വേഷണം. എന്തന്വേഷണമാണ്? ആരാണ് അന്വേഷിക്കുന്നത്? ഒരു ADGPക്കെതിരായിട്ടുള്ള അന്വേഷണം DGPയുടെ പേര് പറയുന്നുണ്ടെങ്കിലും അതിൽ ഈ ADGPയുടെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അന്വേഷിക്കുന്നത്. താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഒപ്പിടേണ്ടതാരാ? ADGP ക്രൈം ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള ADGPയാണ്. അദ്ദേഹത്തിൻ്റെ കുറ്റകൃത്യം ഇവരന്വേഷിച്ചാൽ ശരിയാവും. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, UDF പറഞ്ഞു. അജിത് കുമാർ ADGPക്കെതിരായിട്ട് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ CBI ആണ് അന്വേഷിക്കേണ്ടത്. അത്ര ഗുരുതരമായിട്ടുള്ളതാണ്. കൊലപാതകം, സ്വർണ്ണക്കള്ളക്കടത്ത്, ഇപ്പം എന്താണ് മന്ത്രിമാരുടെ ഫോൺ ചോർത്തൽ, അനധികൃത സ്വത്ത് സമ്പാദനം, ഇതെല്ലാം നടത്തിയതിന്
പൂർണ്ണമായും സംരക്ഷണം നൽകുന്ന ഒരു ADGP കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു ക്രിമിനൽ മാഫിയയെ സംരക്ഷിക്കുന്ന ഒരു ADGP ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെയല്ലേ അതിന് മുഴുവൻ പിന്തുണ നൽകുന്നതാരാ? ശശി. ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി, ഞങ്ങൾ ചോദിക്കുകയാണ്, ജാവേദക്കറെ കണ്ടതിന് LDF കൺവീനർ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയിലെ പിണറായിയോളം തന്നെ സീനിയറായിട്ടുള്ള GP ജയരാജനെ അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാമെങ്കിൽ അൻവർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല റെക്കോർഡെല്ലാം എല്ലാവർക്കും അറിയാം, എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല? ഈ ക്രിമിനലുകളെല്ലാം സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രി. ഇത് മാത്രമല്ല, ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങൾ ഞങ്ങൾ നേരത്തെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ പരസ്യമായി പ്രതിഷേധിച്ചതാണ്. കാഫർ സ്ക്രീൻഷോട്ടിലെ നിർമ്മാതാക്കളും അതിൻ്റെ പ്രചാരകരുമായിട്ടുള്ള കുറ്റവാളികളെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിട്ടുള്ള വേട്ടക്കാരായിട്ടുള്ള കുറ്റവാളികളെ, ഇവരെല്ലാം സംരക്ഷിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും ഈ പോലീസുമാണ്. കേരള കർഷക സംഘം പറവൂർ ഏരിയ കൺവെൻഷൻ CITU ഹാളിൽ നടന്നു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം KV ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ കേരള കർഷക സംഘം പറവൂർ ഏരിയ കൺവെൻഷൻ ഉത്കണ്ഠ രേഖപ്പെടുത്തി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ബന്ധപ്പെട്ടവർ ജാഗ്രത കാണിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. പറവൂർ KR ഗംഗാധരൻ സ്മാരക ഹാളിലാണ് സമ്മേളനം നടന്നത്. സമ്മേളന നഗരിയിൽ കർഷക സംഘം ഏരിയ പ്രസിഡന്റ് KD വേണുഗോപാൽ പതാക ഉയർത്തിയതോടെയാണ് തുടക്കമായത്. തുടർന്ന് നടന്ന കൺവെൻഷൻ കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം KV ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ നമ്മുടെ സമരത്തിന്റെ കൂടി നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് കാർഷിക മേഖലയെ സംബന്ധിച്ച് പഠിച്ച് എന്താണ് ഇതിന് പ്രതിവിധി എന്നുള്ള നിലയ്ക്ക് ഒരു ശാസ്ത്രീയമായ നിർദ്ദേശം ഗവൺമെന്റിന്റെ മുമ്പിൽ, സമൂഹത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കാൻ ശേഷിയും കഴിവും അറിവുമുള്ള ഒരു ശാസ്ത്രജ്ഞനെ തന്നെ അങ്ങനെ നമ്മുടെ സമരത്തിന്റെ ഫലമായി ഇത് പഠിക്കാൻ വേണ്ടി ഗവൺമെന്റിന് തീരുമാനിക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ആ കൃഷി ശാസ്ത്രജ്ഞനാണ് ഇത് പഠിച്ചതിന് ശേഷം ഒത്തിരി നിർദ്ദേശങ്ങളുണ്ട്, എല്ലാം ഒന്നും ഞാൻ വിശദീകരിക്കണില്ല. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞത് കാർഷിക വൃത്തി എന്ന് പറഞ്ഞാൽ ആദായകരമായിട്ടുള്ള ഒരു ജോലിയാക്കി മാറ്റണം. അങ്ങനെ മാറ്റണമെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ അല്ലെങ്കിൽ ആദായകരമായ വില ലഭിക്കണം. അതിനുവേണ്ടി അദ്ദേഹം പറഞ്ഞത് ഏതൊരു കൃഷിക്കായാലും ശരി അതിൻ്റെ ഉൽപാദന ചെലവ് എത്രയാണോ ആ ചെലവിൻ്റെ കൂടെ അതിൻ്റെ 50% കൂടെ കൂടി ചേർത്ത്, അഥവാ 150% വിലയ്ക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഗവൺമെൻറ് ഏറ്റെടുക്കണം. അങ്ങനെ ഇന്ത്യ ഗവൺമെൻറ് ഇത് ഏറ്റെടുത്തതിന് ശേഷം ആ ഉൽപ്പന്നങ്ങൾ എവിടെയാണോ ആർക്കാണോ ആവശ്യം അത് അവിടെ എത്തിച്ചു കൊടുക്കാനുള്ള ചുമതല ഇന്ത്യ ഗവൺമെൻറ് എടുക്കണം. അപ്പോൾ അങ്ങനെ വന്നാൽ നമ്മുടെ കൃഷി അഭിവൃദ്ധിപ്പെടും, കൃഷി ആദായകരമാവും, കൃഷി അഭിമാനകരമായിട്ടുള്ള ഒരു തൊഴിലായി മാറും. കൃഷി തങ്ങൾക്കും തങ്ങളുടെ കുടുംബത്തിനും തങ്ങളുടെ ഭാവി തലമുറയ്ക്കും ജീവിക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു മേഖലയായി മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ള ആ നിർദ്ദേശത്തിൽ പിടിച്ചുകൊണ്ടാണ് മോഡി പറഞ്ഞത് ഇനി ഇന്ത്യ രാജ്യത്ത് ആരും ആത്മഹത്യ ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷെ മോഡി വന്നപ്പോൾ സംഭവിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോന്നിൻ്റെയും വിശദമായ ഒരു വിശദീകരണത്തിലേക്ക് പോണില്ല. സംഘം ഏരിയ പ്രസിഡന്റ് KD വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. രാഹുൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് TG അനൂപ് സ്വാഗതം പറഞ്ഞു. ഏരിയ സെക്രട്ടറി PP അജിത് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി MK ബാബു, ജില്ലാ കമ്മിറ്റി അംഗം സിംന സന്തോഷ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറിയായി PP അജിത് കുമാറിനെയും പ്രസിഡന്റായി KD വേണുഗോപാലിനെയും വീണ്ടും തെരഞ്ഞെടുത്തു. ഗുജറാത്തിലെ പോർബന്തറിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ വീരമൃത്യു വരിച്ച മലയാളി പൈലറ്റ് വിപിൻ ബാബുവിന്റെ മൃതദേഹം കൊച്ചിയിൽ എത്തിച്ചു. തുടർന്ന് മാവേലിക്കരയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഗുജറാത്തിലെ പോർബന്തറിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ വീരമൃത്യു വരിച്ച മലയാളി പൈലറ്റ് വിപിൻ ബാബുവിന്റെ ഭൗതികദേഹം കൊച്ചിയിൽ എത്തിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും കോസ്റ്റ് ഗാർഡിന്റെ ആംബുലൻസിൽ മാവേലിക്കരയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. കോസ്റ്റ് ഗാർഡ് സീനിയർ ഡെപ്യൂട്ടി കമാൻഡന്റ് ആലപ്പുഴ കണ്ടിയൂർ പാറക്കടവ് സ്വദേശി വിപിൻ ബാബുവാണ് വീരമൃത്യു വരിച്ചത്.
പോർബന്തറിലെ രക്ഷാപ്രവർത്തനത്തിനിടെയാണ് ഹെലികോപ്റ്റർ തകർന്ന അപകടമുണ്ടായത്. വൈകിട്ട് വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാഞ്ഞാലി പാലത്തിൽ നിന്നും ചാടിയ യുവാവിന്റെ മൃതദേഹം പെരിയാറിൽ മൂത്തകുന്നം ഭാഗത്തു നിന്നും കണ്ടെടുത്തു. ADGP അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ച് പൊലിയായി വന്ന PV അൻവർ MLA ഇപ്പോൾ എലിയായി മാറിയിരിക്കുകയാണെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. കേരള കർഷക സംഘം പറവൂർ ഏരിയ കൺവെൻഷൻ CITU ഹാളിൽ നടന്നു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം KV ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നാളെ ഇതേ സമയം LG വിഷനിൽ. നമസ്കാരം.